കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെ ആളുകൾ ആദർശധീരൻ എന്ന് വിളിക്കാൻ തുടങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ ഗോഹട്ടിയിൽ AICC സമ്മേളനം നടക്കുകയാണ്. അന്ന് പ്രസ് സെൻസർഷിപ്പ് നടക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല. അതിനെല്ലാം നിയന്ത്രണമുള്ളൊരു സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഏറ്റവും കരുത്തയാണെന്ന് ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അവരുടെ മുഖത്ത് നോക്കി ഈ അടിയന്തരാവസ്ഥയുടെ കിരാതമായ നടപടികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നതൊക്കെ തന്നെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഒക്കെ കൊണ്ടുവന്ന സംസ്കാരം ഇല്ലാതാക്കുമെന്ന് മുഖത്തടിച്ച് പറയാൻ അന്ന് എ.കെ. ആന്റണി ഗോഹട്ടി AICC സമ്മേളനത്തിൽ ധൈര്യം കാണിച്ചു. ഒരുപക്ഷെ ആന്റണി നടത്തിയ അന്നത്തെ പ്രസംഗം ചരിത്രരേഖയാണ്. അന്ന് KPC പ്രസിഡന്റ് കൂടിയാണ് എ.കെ. ആന്റണി. ഒരുപക്ഷെ അത്തരമൊരു പ്രസംഗമൊക്കെ നടത്തിയാൽ അന്ന് ജയിലിൽ പോകാൻ വളരെ എളുപ്പമാണ്. ആ കാലം ഓർമ്മിക്കുകയാണ് കോൺഗ്രസ് നേതാവും അന്ന് പത്രപ്രവർത്തകനായിരുന്ന. ഈ വാർത്ത അന്ന് വീക്ഷണത്തിൽ റിപ്പോർട്ട് ചെയ്ത് ചെറിയാൻ ഫിലിപ്പായിരുന്നു. അന്ന് പ്രസ് സെൻസർഷിപ്പ് ഉണ്ട്, ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ചെറിയാൻ ഫിലിപ്പ് വീക്ഷണത്തിൽ എ.കെ. ആന്റണിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തു. എ.കെ. ആന്റണി ഇന്നത്തെ തലമുറയ്ക്ക് സൗമ്യനായ രാഷ്ട്രീയ നേതാവാണ്. എന്നാൽ 1970കളുടെ അവസാനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളായിരുന്ന ആന്റണിയെ ആർക്കും മറക്കാനാകില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പിന്തുണച്ചതിലുള്ള ദേഷ്യം കാരണം ആന്റണി 1977 കേരള മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെച്ചു. ആന്റണി KPCC പ്രസിഡന്റ് ആവുന്നതും ജനറൽ സെക്രട്ടറിയാണ്. ആ സമയത്താണ് വിദ്യാഭ്യാസ സമരം നടന്നത്. ഇവിടെ NSS, SNDPയും ക്രിസ്ത്യൻ സഭകളും MES ഒക്കെ നടത്തുന്ന സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്കെതിരായി, അവർ നടത്തുന്ന ചില ചൂഷണങ്ങൾക്കെതിരായി അതിശക്തമായ സമരത്തിന് ആന്റണി തയ്യാറായി. അങ്ങനെ ആന്റണി അന്ന് തന്നെ ഒരു വലിയ വിവാദ പുരുഷനായി മാറി. അപ്പോൾ ആന്റണി ഈ പറയുന്ന സമുദായ ശക്തികളെ പിണക്കുന്നു എന്ന ഒരു ധാരണ വന്നപ്പോൾ ബിഷപ്പുമാരുമായി സംസാരിക്കാൻ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നു. അപ്പോൾ ആന്റണിയോട് ചോദിക്കാതെ ഇന്ദിരാഗാന്ധി വന്നതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ വിമാനത്താവളത്തിൽ പോയി സ്വീകരിക്കാനോ കാണാൻ പോലും ആന്റണി കൂട്ടാക്കിയില്ല. അടിയന്തരാവസ്ഥക്കാലത്തെ ഗോഹട്ടി AICC സമ്മേളനത്തിലെ എ.കെ. ആന്റണിയുടെ പ്രസംഗം ഇന്ദിരാഗാന്ധിയുടെ മനം മാറ്റത്തിനും തുടർന്ന് തിരഞ്ഞെടുപ്പ് നടത്താനും അടിയന്തരാവസ്ഥ പിൻവലിക്കാനും നിർണായക കാരണമായി. ദർ ഈസ് സംതിങ് റോങ് സംവെയർ എന്ന് പറഞ്ഞിട്ടാണ് ലളിതമായ ഇംഗ്ലീഷിൽ തുടങ്ങിയത്. അതായത് മഹത്തായ നെഹ്റുവിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെ എല്ലാം പാരമ്പര്യം തകർത്തുകൊണ്ട്, ജനാധിപത്യ മൂല്യങ്ങൾ തകർന്നുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു. ഇനിയും തെരഞ്ഞെടുപ്പില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീക്കിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. അതിനുശേഷം അത് പിൻവലിക്കണമെന്ന അർത്ഥത്തിലാണ് ആന്റണി സംസാരിച്ചു. ഇന്ദിരാഗാന്ധി വളരെ ശ്രദ്ധാപൂർവ്വം അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാലുഷ്യമുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ആന്റണിയുടെ പ്രസംഗത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ മനസ്സ് മാറിയെന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ പിൻവലിക്കാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനും ഇന്ദിരാഗാന്ധി തന്നെ തയ്യാറായി. അപ്പോൾ ആന്റണിയുടെ പ്രസംഗം ഇന്ദിരാഗാന്ധിക്ക് മനംമാറ്റത്തിന് ഒരു പ്രേരക ശക്തിയായി എന്നുള്ളതാണ് സത്യം. അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് അന്ന് ആന്റണി നൽകിയത്. പൊതുതെരഞ്ഞെടുപ്പുകൾ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ജനാധിപത്യ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് ആന്റണി തുറന്നടിച്ചു. ആ ഗോഹട്ടി പ്രസംഗമാണ് ആന്റണിയെ ദേശീയ തലത്തിൽ ആദർശധീരനാക്കിയത്. 24 തിരുവനന്തപുരം. എ.കെ. ആന്റണിയിൽ ഇങ്ങനെയൊരു കലാപകാരി ഉണ്ടെന്ന് അറിയുന്നത് ഒരു പുതിയ തലമുറയ്ക്ക് അത്ഭുതമായിരിക്കും. ഞങ്ങൾ ഒരേ റോഡിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ കൃഷ്ണവിലാസ റോഡെന്ന് പറയും, ആ റോഡ് തുടങ്ങുന്നിടത്താണ് എ.കെ. ആന്റണിയുടെ വീട്. ചെറിയ വീടാണ്. അപ്പോൾ ഞാനൊരു വിദേശിയെ, ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ വീടാണെന്ന് പറഞ്ഞ് ഒരിക്കൽ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അമ്പരന്ന് ഇങ്ങനെ നിന്നു. കാരണം ഒരു പ്രതിരോധ മന്ത്രിക്ക് ഇത്ര ലാളിത്യം ഉണ്ടാകുമോ എന്നായിരുന്നു ആ വിദേശിയുടെ അത്ഭുതം. എന്തായാലും എ.കെ. ആന്റണി അന്ന് ഗോഹട്ടി സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം ഇന്ദിരാഗാന്ധിയുടെ മനസ്സ് മാറ്റാൻ കാരണമായി എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം കാണിച്ച ചങ്കുറപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.